ഗ്ലാമർ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിലേക്ക് പൂരങ്ങളുടെ പൂരമായ തെരഞ്ഞെടുപ്പ് പൂരം അതിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ തൃശ്ശൂരിലേക്ക് ഒന്ന് പോയി വരാം. അവിടേക്കാണ് UDF തലപ്പൊക്കമുള്ള ഒരു കൊമ്പനെ വടകരയിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത്. 3 കൊമ്പന്മാർ. തൃശ്ശൂർ ആരടക്കം തൃശ്ശൂരിന്റെ മനസ്സിൽ എന്താണ് എനിക്ക് തരൂ എന്ന് തുടർച്ചയായി ആർക്കാണ് ഇവരിൽ തലപ്പൊക്കം? സുനിൽകുമാർ, കെ മുരളീധരൻ, സുരേഷ് ഗോപി, 3 വമ്പന്മാർ തിടമ്പേറ്റുമ്പോൾ തൃശ്ശൂരിന്റെ സ്നേഹമുദ്ര ആർക്കായിരിക്കുമെന്ന് അറിയാനുള്ള മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. ത്രികോണ മത്സരം നടക്കുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഇഞ്ചോടിഞ്ച് ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന് തൃശ്ശൂരിനെ പറയാം. ആരെങ്കിലും ഉറപ്പിച്ചതിനു ശേഷം കെ മുരളീധരൻ 39% വോട്ടുകളാണ് കഴിഞ്ഞ തവണ UDF അവിടെ സമാഹരിച്ചത്. ഏതാണ്ട് 31% വോട്ടുകളാണ് ഇടതു മുന്നണിക്കുള്ളത്. നിൽപ്പിൽ 10 ദിവസം കൊണ്ട് ഏതാണ്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ സമാഹരിച്ച് കഴിഞ്ഞ തവണ അത്ഭുതം നടത്തിയ സുരേഷ് ഗോപി ഇത്തവണ അവിടെ സാധിക്കും എന്നുള്ളതാണ്. 93,633 വോട്ടുകളുടെ ഭൂരിപക്ഷവുമായാണ് 93,633 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച TN പ്രതാപനെ മാറ്റി കെ മുരളീധരനെ അങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകാം. അതൊക്കെയാണോ നടക്കുക എന്നറിയാൻ നമ്മൾ ജൂൺ മാസം 4-ാം തീയതി വരെ കാത്തിരിക്കണം. TN പ്രതാപൻ കഴിഞ്ഞ തവണ പൂ പോലെ ജയിച്ച മണ്ഡലം ഇത്തവണ സുരേഷ് ഗോപി എടുക്കുമോ, അതോ സുനിൽകുമാർ പിടിക്കുമോ, അതോ കെ മുരളീധരൻ? 11% വോട്ട് കുറവ് അവിടെ ഇടതു മുന്നണിക്ക് നേരിടേണ്ടി വന്നു. കാരണം ഒന്നാമത് BJP അധികമായി സമാഹരിച്ച വോട്ടുകളുടെ ഒരു കണക്ക് അവിടെ പല ഘടകങ്ങളുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ വമ്പിച്ച നിലയിൽ കൺസോളിഡേറ്റഡ് ആയിട്ട് ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായകമായ തൃശ്ശൂരിന്റെ ഡെമോഗ്രഫി അനുസരിച്ച് സ്ഥാനമുണ്ട്. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ N ബ്ലോക്കായി UDF പോയപ്പോഴത്തേക്ക് അവിടെ CPM-ന്റെ അല്ലെങ്കിൽ CPI-യുടെ LDF-ന്റെ കിറ്റിയിൽ നിന്ന് കുറവ് വന്നു. അവിടെ രാജാജി മാത്യു തോമസ് അത്ര പോപ്പുലറായ സ്ഥാനാർത്ഥിയായി വന്നില്ല. 2 ഘടകങ്ങളുണ്ട്. ഒന്ന് BJP-യിലേക്ക് പോയ വോട്ട്, 2 UDF-ലേക്ക് പോയ വോട്ട്. കുറവ് വന്നത് ഇടതുമുന്നണിക്കാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഇടതുപക്ഷം ജയിച്ചു വരുന്ന മേഖലയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം വരുമ്പോൾ കഴിഞ്ഞ തവണ തോറ്റു. ഇതാണ് പുതിയ തൃശ്ശൂർ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷമുള്ള അവസ്ഥ. 2009 UDF വിജയിച്ചു. പക്ഷേ 2014 തൃശ്ശൂരിൽ CN ജയദേവനിലൂടെ മണ്ഡലം LDF തിരിച്ചുപിടിച്ചു. 2019 TN പ്രതാപൻ വീണ്ടും UDF-നായി തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ 3 തവണത്തെ ചിത്രം ആണ് ഇത്. 2014 UDF-ന്റെ തോൽവിയിൽ ഈ മണ്ഡലം വെച്ചുമാറലുകൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമായി. സിറ്റിംഗ് MP ആയിരുന്ന PC ചാക്കോ ചാലക്കുടിയിലേക്ക് പോയി. പകരം KP ധനപാലൻ അങ്ങോട്ട് വന്ന ആ ഗാമ്പിൾ എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കൂടിയാണ് 2014 തോൽവി ഉണ്ടായത്. 2009 PC ചാക്കോ, 2014 CN ജയദേവൻ, 2019 TN പ്രതാപൻ. 2024 ആരാണ്? VS സുനിൽകുമാറോ, കെ മുരളീധരനോ, അതോ സുരേഷ് ഗോപിയോ? റെഡിയാണ്. ഈ തൃശ്ശൂർ പൂരത്തിലെ അനിശ്ചിതത്വവും അതിനുശേഷം വെടിക്കെട്ട് പകൽ നടത്തേണ്ടി വന്നതും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ മണ്ഡലത്തിൽ പല കാര്യങ്ങൾ MS ലിഷോയുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. നമുക്ക് ലിഷോയിലേക്ക് പോകാം. അവിടുത്തെ ഒരു ഗ്രൗണ്ട് ലെവൽ എങ്ങനെ പെരുമാറുന്നു എന്നറിയാം അല്ലെ. ലിഷോയി, എന്തൊക്കെ ഘടകങ്ങൾ ഇത്തവണ തൃശ്ശൂരിനെ സ്വാധീനിക്കും? ആരെടുക്കും തൃശ്ശൂർ എന്ന ചോദ്യത്തിന് വോട്ടർമാർക്കൊരു ഉത്തരം ഒരുങ്ങിക്കഴിഞ്ഞോ? അവസാന നിമിഷം വരെ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ലഭിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഓരോ ദിവസവും തൃശ്ശൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും നാൾ തൃശ്ശൂരിലെ മുൻ MP എന്ത് ചെയ്തു, അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിലെ മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം തന്നെ ചർച്ചയായ സമയത്ത്, കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയായിരുന്ന സമയത്ത് പൊടുന്നനെയാണ് ഇപ്പോൾ പൂരം വിഷയം ചർച്ചയായി വരുന്നത്. ആ പൂരം വിഷയം ചർച്ചയായി വന്നതോടുകൂടി എല്ലാ മുന്നണികളും ആശങ്കയിലാണ്. കാരണം ഈ തൃശ്ശൂർക്കാർക്ക് പൂരം എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആ വികാരത്തെ നോവിച്ചതോടുകൂടി ആ നോവിൻ്റെ ഒരു പരിണിത ഫലം എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി ആയാലും സുനിൽകുമാർ ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളായാലും എല്ലാവരും തന്നെ ഈ പൂരത്തിന് ഓടിയെത്തിയത് അതുകൊണ്ടാണ്. കാരണം ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അത് എങ്ങനെ ഈ വോട്ടെടുപ്പിൽ ഏത് രീതിക്കാണ് പ്രതിഫലിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഈ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ എത്തിയ സ്ഥാനാർത്ഥികളുണ്ട്, അതിനോടൊപ്പം തന്നെ അതിന് ശേഷം പ്രതികരിച്ചവരുണ്ട്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയാണെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ തന്നെ ഒരു ഈ തൃശ്ശൂരിലെ വോട്ടുകളെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് CPM-ൻ്റെയും LDF-ൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇരിങ്ങാലക്കുട മണ്ഡലം. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് കരുവന്നൂർ ബാങ്ക് വിഷയം വളരെയേറെ കത്തിക്കയറി നിൽക്കുന്ന ഒരു സമയമാണിത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ CPM ജില്ലാ സെക്രട്ടറിക്ക് ഉൾപ്പെടെ നോട്ടീസ് ED നൽകിക്കൊണ്ട് അത്തരത്തിൽ ഒരു രാഷ്ട്രീയവും അതുപോലെ തന്നെ ED അന്വേഷണങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് അവിടുത്തെ വോട്ടർമാരുടെ മനസ്സ് എങ്ങോട്ടേക്കായിരിക്കും? TN പ്രതാപൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.
മധുവിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ പൂരം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കമ്മീഷണറെ അടക്കം മാറ്റുന്ന വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള നടപടി ഉണ്ടായത് തന്നെ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന ഒരു കാൽക്കുലേഷനിലാണത് എന്നുള്ളത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല EDയും IT ഒക്കെ ഇത്തവണ കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നത് തൃശ്ശൂരിലാണ്. അക്കൗണ്ടുകളിൽ പിടിവീഴുന്നു, ആ മേഖലയിലുള്ള നേതാക്കൾ ചോദ്യം ചെയ്യലിന്റെ മുനയിലൂടെ എന്ന് പറഞ്ഞാൽ തീർത്തും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പോരാട്ടത്തിന്റെ മുറുക്കം അവിടെ ഉണ്ട്. എന്തായിരിക്കും അന്തിമ ഫലശ്രുതി? എല്ലാവരും പുറത്തേക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും മൂന്ന് മുന്നണികൾക്കും ആഭ്യന്തരമായ നിരവധി സംഘർഷങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്നും പറയാനുള്ള ആദ്യത്തെ കാര്യം. 96-ലെ തെരഞ്ഞെടുപ്പ് ഞാൻ പുലരുവോളം റിപ്പോർട്ട് ചെയ്തപ്പോൾ പുലർച്ചെ 4:30-യോടെയാണ് അന്ന് കെ കരുണാകരൻ തോറ്റ് അവസാന റൗണ്ടിൽ VV രാഘവൻ ജയിച്ചു കയറിയത്. സമാനമായ ഒരു വിധിയെഴുത്തിന് ഇത്തവണ കാത്തിരിക്കേണ്ടി വരും. ജൂൺ 4-ൽ അവസാന നിമിഷം മാത്രം വിധി പറയുന്ന മണ്ഡലങ്ങളിലൊന്നായി തീർച്ചയായും തൃശ്ശൂർ മാറും. അതിന് കാരണങ്ങൾ തീർച്ചയായും ആ 93,000 വോട്ടിൻ്റെ മാർജിൻ കഴിഞ്ഞ തവണത്തേതാണ്. അത് വല്ലാതെ താഴേക്ക് പോകും എന്നത് മാത്രമല്ല, അതിൽ ആര് കൂടുതൽ പിടിച്ചെടുക്കും എന്ന സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ തരംഗം അവിടെ മാറുന്നു. കരുവന്നൂർ ലിഷോയ് പറഞ്ഞു, പൂരത്തിൻ്റെ കാര്യത്തിൽ ആദ്യഘട്ടത്തിലെ തിരിച്ചടികളിൽ നിന്ന് സുനിലിന് തിരിച്ചു വരാനായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശ്ശൂർ, ഗുരുവായൂർ ഈ 4 മണ്ഡലങ്ങളിലെ സാധാരണക്കാരിൽ ആ വിശ്വാസികളിൽ എത്രത്തോളം മാറ്റമുണ്ടാക്കാൻ, എത്രത്തോളം അടിയൊഴുക്കുണ്ടാക്കാൻ പൂരത്തിന് കഴിഞ്ഞു, പൂരം രാഷ്ട്രീയത്തിന് കഴിഞ്ഞു, അത് വളരെ നിർണായകമാവും. തൃശ്ശൂരിൽ ഇഞ്ചോടിഞ്ച് തന്നെയാണ് പോരാട്ടം. 10,000 വോട്ടിൻ്റെ മാർജിൻ എന്നതൊക്കെ ഇത്തവണ വലിയ മാർജിനായി മാറും. ആർക്കായാലും 3 കൂട്ടരും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു, 3 കൂട്ടർക്കും ആശങ്കയുമുണ്ട്. തീർച്ചയായും അതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അവസാന നിമിഷം ഉരുത്തിരിഞ്ഞ പൂരരാഷ്ട്രീയം അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമായി എപ്പോഴും പ്രസക്തിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. 96-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടന്നത്. രതീഷിന് ഓർമ്മയുണ്ട്. അന്ന് പിറ്റേന്നിറങ്ങിയ ഇലക്ഷൻ റിസൾട്ട് വന്ന് പിറ്റേന്നിറങ്ങിയ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിലുള്ള കെ കരുണാകരന്റെ ചിത്രം ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. തോറ്റിരിക്കുന്ന കെ കരുണാകരന്റെ ചിത്രം, എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തി എന്ന് പറഞ്ഞ സ്ഥലമാണ് തൃശ്ശൂർ. മാത്രമല്ല കരുണാകര കുടുംബത്തിന് തോൽവിയുടെ രുചി രുചിക്കേണ്ടി വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ. 96-ൽ കെ കരുണാകരൻ തോൽക്കുന്നു, 98-ൽ മകൻ മുരളീധരൻ തോൽക്കുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ മന്ത്രിയായിരിക്കും കെ മുരളീധരൻ. മുകുന്ദപുരത്ത് പത്മജ വേണുഗോപാൽ ലോക്സഭയിലേക്ക് തോറ്റുപോകുന്നു ലോനപ്പൻ നമ്പാറിനോട്. അതിനുശേഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് 16-ലും 21-ലും പത്മജ വേണുഗോപാൽ തോറ്റുപോകുന്നു. തോൽവിയുടെ ഒരു പരമ്പരയാണ് കരുണാകര കുടുംബത്തിൽ മാത്രമല്ല അഭിപ്രായ സർവേകൾ പറയുന്നത് കെ മുരളീധരൻ ഒരു അല്പം എഡ്ജ് ഉണ്ട്. നമ്മുടെ അവസാനത്തെ അഭിപ്രായ സർവേ മുരളീധരനാണ് എഡ്ജ് കൊടുക്കുന്നത്. നമ്മുടെ ആദ്യത്തെ അഭിപ്രായ സർവേ സുനിൽകുമാറിനാണ് എഡ്ജ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 3 സ്ഥാനാർത്ഥികളും തമ്മിലുള്ള അന്തരം 3 പോയിന്റിന് അപ്പുറമല്ല എന്നുള്ളതാണ്. ഒറ്റ പോയിന്റ് മാത്രം വ്യത്യാസത്തിലാണ് നമ്മുടെ സർവേ അനുസരിച്ചാണെങ്കിൽ സുനിലും സുരേഷ് ഗോപി നിൽക്കുന്നത്. 2 പോയിന്റ് മാത്രം വ്യത്യാസത്തിലാണ് മുരളി കൃത്യമായി പറയാൻ കഴിയാത്ത മാർജിൻ ഓഫ് എറർ അഭിപ്രായ സർവേ പോലും പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് ടു ക്ലോസ് ടു കോൾ എന്ന് പറയേണ്ടി വരും. അത്രയും തിന്നായിട്ടുള്ള ഒരു വേഫർ തിൻ മാർജിൻ മാത്രമാണ് ഇപ്പൊ മുമ്പിലുള്ളവർക്കുള്ളത്. അതിപ്പോ ഇന്ന് 4 മണിക്ക് ഇങ്ങനെയാണെങ്കിൽ പിറ്റേന്ന് 10 മണിക്ക് മാറുന്ന അവസ്ഥയുണ്ട്. അതിനിടയിലാണ് വിചാരിച്ചോ അത് അടുത്ത രാഷ്ട്രീയ പോലെ നടക്കുന്നതിനിടയിൽ ഒരു കുറച്ചൊരു കാര്യം അതിലേക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനപ്പുറത്ത് പ്രധാന വിഷയമായ അവസാന മണിക്കൂറുകൾ പരിവർത്തനപ്പെടുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.